13-ാമത്തെ വയസ്സിൽ ഈ ഒരു രോഗത്തെ പറ്റി അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ അർബുദം ബാധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മോൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? ഈ അർബുദം കൊള്ളൂല. അർബുദം എന്ന് പറയുന്ന വാക്ക് പഴയ കാലത്തെ പേര് പറയുന്നത്. അതാണ് അർബുദം വേണ്ട, ക്യാൻസർ മതി. അച്ഛന്റെ ചെലവിൽ അച്ഛൻ തന്നെ എല്ലാ ചെലവും നോക്കിക്കൊണ്ട് ഞങ്ങൾ അവിടെ പോയി. അങ്ങനെയാണ് പോയത്. പോയി പാടി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം സെറ്റായി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞ് ടിക്കറ്റിന്റെ ചാർജൊക്കെ അവരെടുത്തോളാം. അതെ, ഇവിടുന്ന് പൈസ മുടക്കി പോയിട്ട് അവിടുന്ന് ഫ്രീ ആയിട്ട് തിരിച്ചു വന്നു. എന്തായാലും എനിക്കറിയില്ല സത്യം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും. അവൾക്ക് അത്രത്തോളം വരില്ല. ഇത് ശരിക്കും പറയാൻ പറ്റുന്ന ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാനും അച്ഛനും അച്ഛൻ ഷേവ് ചെയ്യാതെയും ഒക്കെ എന്നും ഹോസ്പിറ്റലിൽ വരും. ചിലപ്പം കൊച്ചിനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയും. ആളങ്ങനെ കരയുന്ന ഒരാളല്ല. പിന്നെ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഇവള് കൂടെ പറയും, അച്ഛൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും അവളങ്ങനെ കരഞ്ഞു കണ്ടിട്ടില്ല. ജസ്റ്റ് എല്ലാവർക്കും ഉള്ള പോലെ സങ്കടം. അവരാണുങ്ങളാണല്ലോ, അതുകൊണ്ട് അവർ പുറത്തോട്ട് കാണിക്കാറില്ല. പക്ഷേ ഇതിന് വയ്യാന്ന് അറിഞ്ഞപ്പോഴത്തേനും കെട്ടിപ്പിടിച്ച് കരച്ചിലും ഒക്കെ ഒരു ബഹളമായിരുന്നു. ഞാൻ പഠിച്ച് ഓരോന്ന് പറഞ്ഞു ഇല്ല, ഞാൻ പഠിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാപ്പാടം പറയും. അപ്പോഴത്തേനും ഒരു വാശി വരും, അമ്മ പഠിച്ച് പറഞ്ഞെങ്കിൽ പിന്നെ എനിക്ക് പഠിക്കാൻ എന്താ എന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ ഞാൻ പഠിച്ച് പറയുമ്പോഴത്തേനും വാശിക്ക് പഠിച്ചു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും കൂടെ ഓഡിഷന് കയറിക്കോട്ടെ എന്ന് ചോദിക്കാച്ചാന്ന് പറഞ്ഞ് അച്ഛൻ പോയി ചോദിച്ച് അങ്ങനെ ഓഡിഷന് കയറി. അപ്പോൾ 5ാമത്തെ ഓഡിഷന് ഈ ഇളയാൾ ഔട്ടാവുകയും ചെയ്ത്, ഇയാൾ കയറുകയും ചെയ്ത്. എന്നിട്ടുള്ളതാണ് നമ്മൾ TV കാണുന്നതെല്ലാം. മേഘം പൂവായി തൂകും ദേഹമിന്ന പാടും ഇമ്പമാകനോകം. മോള് കടന്നുപോയ വഴികള് അത് അമ്മ പറഞ്ഞതിനേക്കാൾ എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പൊ അതൊക്കെ കേട്ടു. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ? മമത ചേച്ചി റിയാലിറ്റി ഷോയിൽ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി എന്നെ അടുത്ത് ചോദിച്ചു, എന്തായിരുന്നു ക്യാൻസർ, ഏതായിരുന്നു ക്യാൻസർ? മമത മോഹൻ. അപ്പൊ ഞാൻ ചേച്ചി ലിംഫോബ്ലാസ്റ്റിക് ലിംഫോമ. എനിക്കും അതായിരുന്നു, സെയിം പിക്ചർ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീത എക്സ്പ്ലോറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് എന്നുള്ള സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അർബുദം എന്ന് കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും. നമുക്ക് ഇപ്പോഴും പേടിയാണ്. ക്യാൻസർ എന്നുള്ള പേര് കേട്ടാൽ തന്നെ തകർന്നു പോകുന്നവരാണ് എല്ലാവരും. ഈ ക്യാൻസർ എന്നുള്ള മഹാരോഗത്തെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം പാട്ടുപാടി തോൽപ്പിച്ചൊരു കൊച്ചു മിടുക്കിയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അവനി എന്നാണ് പേര്. അവനിയെ ഒരുവിധം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ഫേസ് ആയിരിക്കും. ഇന്ന് അവനിയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അവനിയെ കാണാം, വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നതാണ് അവനി. ഇത് ഈ സ്ഥലം ഏതാ മോളെ? ഇത് പാറമോളെന്നാണ് ഞങ്ങൾ എല്ലാവരും പറയണത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഈ വ്യൂ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. നല്ല രസമുള്ള സ്ഥലം. ഇപ്പം നല്ല ചൂടല്ലേ. അപ്പം അവനിയുടെ ഫാദറാണ് ശരിക്കും പറഞ്ഞത് ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇവിടെ പോയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന്. അതുകൊണ്ട് അങ്ങനെയാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ കുറച്ച് അവനിയുടെ വീടിൻ്റെ അടുത്ത് നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. നല്ലൊരു ക്ലൈമറ്റും, നമുക്ക് ആ ചൂടൊന്നും ഇല്ല കേട്ടോ. മോളിപ്പോൾ എന്തിനാ പഠിക്കുന്നത്? ഞാനിപ്പോ ഡിഗ്രി മ്യൂസിക്, BPA വോക്കൽ മ്യൂസിക് എന്നാണ് കോഴ്സിന്റെ പേര്. ഇനി സെക്കൻഡ് ഇയർ. എന്തായാലും നമുക്കൊരു പാട്ട് പാടിയിട്ട് തുടങ്ങാം. പാതിരാ താരങ്ങളെ എന്നോടു നീ മിണ്ടില്ലയോ, പാതിരാ താരങ്ങളെ എന്നോടു നീ മിണ്ടില്ലയോ, എന്തേ നെറുകിൽ മെല്ലെ നീ തൊട്ടു, കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു ചിറകുമായി വരിക ശലഭമേ,
സ്റ്റേജ് ഷോസ് ഒക്കെ എത്ര വയസ്സ് മുതൽ ചെയ്യുമായിരുന്നു? നമ്മൾ ഈ 5ാം ക്ലാസ് മുതൽ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കും. പക്ഷെ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ഈ ഉത്സവം അങ്ങനെ സ്റ്റേജ് ഷോസ് ചെയ്തു തുടങ്ങിയത് 10 വയസ്സുള്ളപ്പോൾ. 10 വയസ്സുള്ളപ്പോൾ. ഒരു സെലിബ്രിറ്റിയെ പോലായിരുന്നോ ക്ലാസ്സിലൊക്കെ? അത്യാവശ്യം എല്ലാവർക്കും അറിയായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ലൈഫിൽ വലിയൊരു മാറ്റമാണ് വന്നത്. 13 വയസ്സായപ്പം ഇപ്പൊ പോലും ആൾക്കാർക്ക് കേട്ടാൽ പേടി തോന്നുന്നൊരു പേരാണ് ക്യാൻസർ. അപ്പൊ ഇങ്ങനെയുള്ളൊരു രോഗം, അവളത് പറയുമ്പോൾ തന്നെ ചിരിക്കുകയാണ് കേട്ടോ. അതൊരു 13ാമത്തെ വയസ്സിൽ ഈ ഒരു രോഗത്തെ പറ്റി, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ അർബുദം ബാധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ മോൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? ഈ അർബുദം കൊള്ളൂല. അർബുദം എന്ന് പറയുന്ന വാക്ക് ഭയങ്കര പഴയ കാലത്തെ പേര് പറഞ്ഞാൽ അതാണ് അർബുദം വേണ്ട, ക്യാൻസർ മതി. ഒന്ന് എല്ലാവർക്കും ഒരു മിഥ്യാധാരണ ആ സമയത്ത് ഉണ്ടായിരുന്നത്, ക്യാൻസർ വന്നാ മരിക്കും. എനിക്കും ഉണ്ടായിരുന്നു. എനിക്കും ഇങ്ങനെ ആൾക്കാർ പറഞ്ഞൊക്കെ അറിയാം. പിന്നെ ആ സമയത്ത് നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് തരുന്ന ഒരു എനർജി ഉണ്ട്. എൻ്റെ സമയത്ത് ഞാൻ കീമോ വാളിൽ ചെന്ന് കയറുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വല്യമ്മയാണ്. ഞാനിത് കണക്ക് വല്യമ്മയുടെ അടുത്ത് വെച്ച്, വല്യമ്മ എനിക്ക് ക്യാൻസറാണ്. കാരണം അതുവരെ ഇവരാരും എൻ്റെ അടുത്ത് പറയണില്ല എനിക്ക് ക്യാൻസർ ആണ് എന്ന്. ക്യാൻസർ സെന്ററിന്റെ മുമ്പ് കൊണ്ട് നിർത്തുമ്പോൾ ഞാൻ വായിക്കണ ബോർഡാണ് ആ 2ാമത്തെ നില ക്യാൻസർ സെന്റർ. പിന്നെ അകത്തോട്ട് കയറി പോകുമ്പോൾ കീമോ വാർഡ്, റേഡിയേഷൻ സെന്റർ 1, 2, നഴ്സിംഗ് എല്ലാം കണ്ടപ്പോഴത്തേക്കും എനിക്ക് തന്നെ നമുക്ക് തന്നെ ചെറുതായിട്ടൊന്ന് കത്തി, എന്തോ കുഴപ്പമുണ്ട് കാര്യമായിട്ട്. അങ്ങനെയാണ് വല്യമ്മയുടെ അടുത്ത് ഞാൻ കീമോ വാർഡിൽ ചെന്ന് ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കണുണ്ട്, വല്യമ്മ ക്യാൻസർ ആണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വല്യമ്മ ആ സമയത്ത് പറയണ, ക്യാൻസർ ആണോ നോക്കില്ല, അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റാൻ പറ്റണതേ ഉള്ളൂ. വളരെ കൂളായിട്ട് മറുപടി. ഡോക്ടർ മോളോടൊപ്പം ഒന്നും പറഞ്ഞില്ലേ? ഡോക്ടറുകൾ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ ഈ ജനറൽ വാർഡിൽ കിടക്കുന്ന സമയത്ത് മിക്ക ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡോക്ടേഴ്സ് കാണാൻ വരും. അങ്ങനെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കാണാൻ വരും. പക്ഷെ എനിക്ക് ഓങ്കോളജി ക്യാൻസർ ചികിത്സയ്ക്കുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത് എനിക്കറിയത്തില്ല ആ സമയത്ത്. നമുക്ക് ആ ഒരു കുഞ്ഞു പ്രായത്തിൽ ഇതിനെ പറ്റിയിട്ടൊന്നും അങ്ങനെ അങ്ങോട്ട് ഭയങ്കര അറിവൊന്നുമില്ല. ഈ ഓങ്കോളജി ക്യാൻസറിനുള്ള അതും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ ക്ലാസ്സിൽ പിന്നെ പോയിരുന്നു ഇത് അറിഞ്ഞതിന് ശേഷം സ്കൂളിൽ പോയില്ല? അപ്പൊ കൂട്ടുകാരെ ഒന്നും പിന്നെ കാണാൻ പെട്ടെന്ന് ഇങ്ങനെ എല്ലാരിൽ നിന്നും എന്റെ ഒരു ഫ്രണ്ടിന് വന്നില്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ ഇല്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ ഈ അങ്ങനെ ഒരുപാട് ഒന്നിനെ കുറിച്ച് ആലോചിക്കാറില്ല. അപ്പൊ ഈ ഡോക്ടറുകൾ നമ്മുടെ കാണാൻ വരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഈ ഇങ്ങനെയൊക്കെ എന്തിനായിരിക്കും എന്നെ കാണാൻ പറഞ്ഞത്. ഞാൻ അത്രയ്ക്ക് സ്പെഷ്യലാണ്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിനും പൾമനോളജി അങ്ങനെ മിക്കുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്നുണ്ട്. അങ്ങനെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡോക്ടർ ബോബൻ തോമസ് വന്നതായിട്ട് ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഡയറി എഴുതുമായിരുന്നു ആ സമയത്തൊക്കെ? ബുക്ക് ഉടനെ പബ്ലിഷ് ആക്കാനുള്ളൊരു ഇതൊക്കെ ഉണ്ട്. ക്യാൻസർ എന്നുള്ള രോഗം അറിയുന്നതിന് മുന്നേ വിദേശത്തൊക്കെ പോയി സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ടോ? ഒരു തവണ പോയിട്ടുണ്ട്, ദുബായിൽ പോയിട്ടുണ്ട്. ഇതാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഫസ്റ്റ് ഇന്ത്യക്ക് പുറത്തോട്ടുള്ള ഒരു യാത്ര നടക്കുന്നത്. അന്ന് ഇതുപോലെ വെണ്മ എന്ന് പറഞ്ഞിട്ട് വെഞ്ഞാറമൂടിലുള്ള എല്ലാ പ്രവാസികളും ഉള്ള ഒരു സംഘടന, ദുബായിലുള്ള ഒരു സംഘടന. അപ്പോൾ അതാണ് വെണ്ണിലാവെന്നായിരുന്നു നടന്ന ഷോയുടെ പേര്. അപ്പം ഞാനുണ്ടായിരുന്നു, സുരാജ് അങ്കിൾ ഉണ്ടായിരുന്നു, MD ശ്രീകുമാർ സാർ ഉണ്ടായിരുന്നു, ഒത്തിരി സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ ഒരു പാട്ട് അവിടെ പാടണം എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അച്ഛൻ്റെ ചിലവിൽ, അച്ഛൻ തന്നെ എല്ലാ ചിലവും നോക്കിക്കൊണ്ട് ഞങ്ങൾ അവിടെ പോയി. അങ്ങനെയാണ് പോയത്. പോയി പാടി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം സെറ്റായി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞ് ടിക്കറ്റിൻ്റെ ചാർജൊക്കെ അവരെടുത്തോളാം. അതെ, ഇവിടുന്ന് പൈസ മുടക്കി പോയിട്ട് അവിടുന്ന് ഫ്രീ ആയിട്ട് തിരിച്ചു വന്നു. അല്ല, മോൾ അവിടെ പാടിയ പാട്ട് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ അവിടെ പാടിയത് രാമകഥ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. അതിൻ്റെ അമ്മിങ് ഞാനിപ്പം പാടിത്തരാം.
ഇത് ക്യാൻസറിന് മുന്നേ ഉള്ളത്. ഇതിന് ശേഷം മോള് പിന്നെ ഫസ്റ്റ് സ്റ്റേജ് ഷോ ചെയ്യുന്നത് എപ്പോഴാണ്? ഇതിന് ശേഷം എൻ്റെ സ്റ്റേജ് ഷോ അതങ്ങനെ പറയാൻ പറ്റൂല. കാരണം ഈ ട്രീറ്റ്മെന്റിന്റെ ഇടയിലാണ് ഞാൻ സരിഗമപ ലിറ്റിൽ ചാമ്പ്സിൽ സെലക്ഷൻ ആവണതും പിന്നെ എൻ്റെ ഫുൾ ജേണി സരിഗമപ റിയാലിറ്റി ഷോയിലായിരുന്നു. ആ സമയത്ത് ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. കീമോ എടുത്ത് 2 ദിവസം കഴിഞ്ഞ് പോയി പെർഫോം ചെയ്യണതും ഉണ്ടായില്ല. അപ്പോൾ സൗണ്ടിന് പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല? അതൊക്കെ എൻ്റെ ഡോക്ടറുകളുടെ കയ്യിലായിരുന്നു. ഡോക്ടറുകൾ അക്കാര്യത്തിൽ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചില ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നല്ല ഷിവറിങ് ഒക്കെ വരും. അപ്പോൾ ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യണതിൻ്റെ തലേ ദിവസത്തെ ടാബ്ലറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. എന്തായാലും എന്താ പറയാൻ എനിക്കറിയില്ല സത്യം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും. അവൾക്ക് അത്രത്തോളം വരില്ല. ഇത് ശരിക്കും പറയാൻ പറ്റുന്ന ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ട്. അവനിയുടെ അമ്മയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാനൊരു അമ്മയാണ്. അപ്പോൾ എത്രത്തോളം മക്കൾക്കൊരു അസുഖം ഉണ്ടാകുമ്പം ഈ കുട്ടിക്ക് ഈ പ്രായത്തിൽ അതിനെ പറ്റിയിട്ട് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ആ അമ്മ അനുഭവിച്ച വേദന എത്രമാത്രം ഭീകരമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും അവനിയുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. ഒന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് സതിജ എന്നാണ്. സതിജ ഒരു വ്യത്യസ്തമായിട്ടുള്ള പേരാണല്ലോ. പിന്നെ എത്ര മക്കളാ? എനിക്ക് 2 മക്കള്. അവനിയുടെ അനിയത്തി ആത്മവേദ. അവള് പാട്ട് പാടും. അയാള് നന്നായിട്ട് പാട്ട് പാടും. പക്ഷെ ഭയങ്കര സഭാകമ്പമാണ്. അതുകൊണ്ട് സ്റ്റേജിലൊക്കെ പാടുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ശരിക്കും അവളെ പുഷ് ചെയ്യണം. അമ്മ പാടുവോ? പണ്ട് കുറച്ചൊക്കെ പാടുവായിരുന്നു. അമ്മയുടെ പാട്ട് നമ്മൾ പാടിപ്പിക്കും. ഇപ്പോഴങ്ങനെ പാടാറുണ്ടോ? ഹസ്ബൻഡ് നല്ലൊരു ആസ്വാദകനാണ്. ഇവളുടെ പാട്ടുകളെല്ലാം സെലക്ട് ചെയ്യുന്നതൊക്കെ അദ്ദേഹമാണ്. അവനിൽ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? അത് ഞാൻ എന്തോന്ന് അവന് കുഞ്ഞിലേക്ക് ഞങ്ങള് ചേട്ടൻ്റെ കുടുംബ വീട്ടിലായിരുന്നു. അപ്പോഴത്തേനും ഈ അടുക്കളയിൽ പണി കാണുമല്ലോ. അപ്പോഴ് ഇവളെ ഞാൻ സ്ലാബിൽ കൊണ്ട് കിടത്തിയിട്ടായിരിക്കും അല്ലെങ്കിൽ അവിടെ ഇരുത്തിയിട്ടൊക്കെ ആയിരിക്കും അടുക്കളയിൽ പണി ചെയ്യുന്നത്, ജോലി ചെയ്യണ സമയത്ത് ആണല്ലോ നമ്മളുടെ കലകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പാട്ട് പാടും, ഡാൻസ് കളിക്കും. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ അതെല്ലാം അവിടെ ചെയ്യും. അപ്പോൾ പാട്ടൊക്കെ പാടുന്നത് കേട്ടിട്ട് ഇദ്ദേഹം കൂടെ പാടുമായിരുന്നു. അങ്ങനെ പാടി പിന്നെ ഫുഡ് കഴിക്കാൻ ഇവള് ഭയങ്കര പുറകിലോട്ടാണ്. അപ്പോഴത്തേനും മഞ്ചാടി, പൂപ്പി അങ്ങനെയൊക്കെ ഉള്ള CD-കളുണ്ട് ആ സമയത്ത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അതിലെ പാട്ടുകളൊക്കെ കേൾപ്പിച്ചിട്ടാണ് ആഹാരം കൊടുക്കണം. അപ്പോൾ അതും കേട്ട് അത് പഠിക്കും. ആ സമയത്താണ് ഐഡിയ സ്റ്റാർസിന് ഫസ്റ്റ് സീസൺ തുടങ്ങുന്നത്, 2007 ആ സമയത്ത്. അപ്പോൾ ഇവൾക്ക് അന്നൊരു 2.5-3 വയസ്സ്. അപ്പോൾ ഇത് ആ പ്രോഗ്രാം കാണുമ്പോഴത്തേനും ഇവള് അത് കണ്ടിട്ട് MG ശ്രീകുമാർ സാറിൻ്റെ കമൻസ് ഒക്കെ പറയുമല്ലോ അവർ, അതൊക്കെ കണ്ട് അതിനെ അനുകരിക്കുകയും ഇവള് തന്നെ ഐഡിയ ശാസ്ത്രജ്ഞർ അവിടെ ഒറ്റയ്ക്ക് ആ വീട്ടിൽ നടത്തും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഇവള് പാടും എന്നുള്ളത് മനസ്സിലാക്കി. എന്തായാലും അമ്മ പാടുമെന്ന് പറഞ്ഞു. എന്തായാലും 2 പേരും നമുക്ക് പാടാൻ പറയാം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. ഇപ്പൊ മനസ്സിലായി ആരുടെ കഴിവാണ് മകൾക്ക് കിട്ടിയിരിക്കുന്നതെന്നുള്ളത്. പാടുന്നത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഇല്ല, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പാടുന്നത്. അങ്ങനെ പണ്ട് പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. പിന്നെ കഥാപ്രസംഗവും ഹിന്ദി റെസിറ്റേഷൻ. പിന്നെ എന്താ നിങ്ങളൊരു ട്രൂപ്പ് തുടങ്ങാമല്ലോ അങ്ങനെയാണെങ്കിൽ? ഞാൻ അന്നേ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പിന്നെ +2 വരെയും നമുക്ക് ഈ കലാതിലകം ഒരു പട്ടം കിട്ടണമെങ്കിൽ കുറെ ഐറ്റംസ് വേണം. അപ്പോഴത്തേനും പഠിച്ചത് ശാസ്ത്രീയമായി തന്നെയാണ്, ബേസിക് ആയിട്ട് തന്നെയാണ് പഠിച്ചത്. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ഹിന്ദി BEd-ലോട്ടാണൊക്കെ പിന്നെ പോയത്. അപ്പോൾ ആ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കല തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അതിനുശേഷം BEd കഴിഞ്ഞിട്ട് സ്കൂളുകളിൽ വർക്ക് ചെയ്തു. പിന്നെ അപ്പോഴൊന്നും നേരം കിട്ടിയിട്ടില്ല. പിന്നെ ഫാമിലിയായി, മക്കളായി, പിന്നെ അതിനോട്ടും തിരിഞ്ഞു നോക്കിയില്ല. കഴിവ് ഇത്രയും വലിയൊരു കലാകാരിയെ ഒരിക്കലും അങ്ങനെ ഇതാക്കേണ്ടതല്ലോ. എന്ന് വെച്ചാൽ സംഗീതം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല. ഞാൻ അവളുടെ അച്ഛന് അത്ര അറിയില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും. അപ്പൊ ഇനി ഇപ്പൊ ഇത് കേൾക്കുമ്പോ എന്തായാലും അച്ഛന് മനസ്സിലാവും. ഇപ്പൊ അറിയാം. നമുക്ക് അവര് മുമ്പ് പാടുമ്പോഴും നെർവസ് ആവുമല്ലോ. നമ്മളങ്ങനെ പാടിയിട്ടൊന്നുമില്ല. അവർക്കറിയില്ല നമ്മളെങ്ങനെയാണെന്നുള്ളത്. പത്രത്തിലൊക്കെ കണ്ട് അവർക്കറിയാം എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് അറിയാം. നമ്മളും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല എനിക്ക് പാടണം അല്ലെങ്കിൽ എനിക്ക് നൃത്തം ചെയ്യണം, ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാനും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ
പിന്നെ ഇപ്പൊ ഇതൊക്കെ നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യമായി. ഇപ്പൊ മകൾക്ക് ഇങ്ങനെ ഒരു അസുഖമാണെന്ന് അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു അതിനെ നേരിട്ട് എങ്ങനെയാണ് ഇത് അറിയുന്നത്? അറിയുന്നത് ഇയാൾക്ക് പിന്നെ 2018 ടോപ്പ് സിംഗറിൽ സെലക്ഷൻ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ് ചാനലിന്റെ. അപ്പോൾ അതിന്റെ സെലക്ഷന് പോയിട്ട് ഞങ്ങൾ തിരിച്ച് എറണാകുളത്ത് നിന്ന് ബസ്സിലാണ് വന്നത്. വന്ന സമയത്ത് ഇയാൾക്ക് ചെറിയ ചുമയും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അപ്പോഴത്തേനും അത് നമുക്ക് ആ സമയത്ത് അവർ കുറച്ച് പാട്ടുകളൊക്കെ പഠിക്കാൻ തന്നായിരുന്നു. അപ്പോൾ അത് പഠിച്ചു തുടങ്ങിയപ്പോൾ ബ്രീത്തിന് പ്രശ്നം വന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊരു ഡോക്ടറിനെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് കുഴപ്പമില്ല, യാത്രയൊക്കെ ചെയ്ത് വന്നതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അത് കൂടി വന്നു. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറിനെ തന്നെ ഞങ്ങൾ കാണിച്ചു. അപ്പം വഴക്ക് പറഞ്ഞു, അമ്മയുടെ ആങ്സൈറ്റി ആയിരിക്കും, കൊച്ചിട്ട് റിയാലിറ്റി ഷോയിൽ കിട്ടിയതല്ലേ അതാണെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അത്രയും സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തിന്. എന്നിട്ട് പറയാം, എന്താ നിന്റെ സമാധാനത്തിന് പോയി ഒരു എക്സ്റേ ഒക്കെ എടുത്തിട്ട് വന്നു പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്തായാലും എന്നെ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ തന്നെ ഇനി ഇതിനായിട്ട് എന്തിനു കാശ് കളയണമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എക്സ്റേ വേണ്ട, ഒരു കുന്തവും വേണ്ട. വീണ്ടും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ് എന്തായാലും അദ്ദേഹത്തെ നമുക്ക് ഫേസ് ചെയ്യാനുള്ളതാണ്, ഇപ്പോൾ ഒരു എക്സ്റേയും D3 പിന്നെ ബ്ലഡ് ചെക്കിങ്ങിനൊക്കെ തന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ അവർ പോയിട്ട് വന്നു. അപ്പം D3 ബ്ലഡ് ടെസ്റ്റ് ക്ലിയർ അല്ല. പിന്നെ ചെസ്റ്റിൻ്റെ ഇത് എക്സ്റേയിൽ ലങ്സിൻ്റെ വലതുവശത്തായിട്ട് ഒരു സിസ്റ്റം കണ്ടു. അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞ് ഇത് വലിയ എന്തായാലും സിസ്റ്റം ഉണ്ട് സംഭവം, അത് വലിയ പ്രശ്നമുള്ളതായിരിക്കത്തില്ല, എന്തായാലും ഒരു തൊറാസിക് സർജനെ കാണാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് കിംസിൽ ശശികുമാർ എന്ന് പറയുന്ന ഒരു തൊറാസിക് സർജനെ കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഇതാണ് പറഞ്ഞത്, കാരണം അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നേക്കുന്നത്, അപ്പോൾ അത് കളയണ്ട, നമുക്കത് കഴിഞ്ഞിട്ട് സർജറി ചെയ്യാം, ഇപ്പം ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ദിവസം കഴിയുന്നതോറും ഇവളുടെ ബുദ്ധിമുട്ടുകൾ കൂടി വന്നു. പിന്നെ അദ്ദേഹത്തെ പോയി സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പേടിക്കും പോലെയൊന്നും ഒന്നുമില്ല, പിന്നെ ഞാനിനി എന്ത് 50 രൂപ പത്രത്തിലൊക്കെ എഴുതി തരണമെന്ന് പറഞ്ഞ് മോളുടെ അച്ഛന് നന്നായിട്ട് വഴക്ക് പറഞ്ഞു അദ്ദേഹം. പിന്നെ ഞാനെന്തോന്നു ചെയ്തു, കിംസിൽ തന്നെ ആസ്മ ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിച്ചു. കാരണം ഈ ശ്വാസത്തിൻ്റെ പ്രശ്നമാണല്ലോ, ഇനി ആസ്മയുടെ വല്ലതുമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രമീള മാം ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ അവരെ കാണിച്ചു. അപ്പോഴത്തേനും അവർ പറഞ്ഞത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, കാരണം നമ്മളിപ്പോൾ കിംസിൽ ചെല്ലുമ്പോൾ തന്നെ ഇവരുടെ റിപ്പോർട്ടുകളെല്ലാം സിസ്റ്റത്തിൽ കാണുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് അവർ പറഞ്ഞത്, ഇപ്പം ഞങ്ങളുടെ പ്രശ്നമല്ല, ആസ്മയുടെയും അല്ല, ഇത് ഈ ലങ്സിലോട്ട് സംഭവം ഈ സിസ്റ്റ് തള്ളുന്നു, അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോഴാണ് നമുക്ക് ഈ ശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. നമുക്ക് പൾമനോളജിയിൽ കാണിക്കണമെന്ന് പറഞ്ഞു. പൾമനോളജിയിൽ ആമിർ ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തായാലും നമുക്കൊരു CT എടുത്തേക്കാം, വേറെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതല്ലേ. അങ്ങനെ അദ്ദേഹം അന്നെടുക്കാൻ പറഞ്ഞതാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ദീപാവലി ആയതുകൊണ്ട് വീട്ടിൽ പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ. പക്ഷെ വീട്ടിൽ പോയെങ്കിലും ഇദ്ദേഹത്തിന് നല്ല പെട്ടെന്ന് ദേഹം മുഴുവൻ ഭയങ്കര ചൂട്, എന്ന് വെച്ചാൽ പനിയില്ല, സംഭവം ദേഹം നല്ല ചൂടുണ്ട്. പിന്നെ ഇവളുടെ ആ ഒരു 16 ദിവസത്തിനിടയിൽ ഷോൾഡർ ഇങ്ങനെയായി. ഈ ബാഗ് സ്കൂളിൽ പോകുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ ഇനി ബാഗ് എടുക്കുന്നതുകൊണ്ടാണോ, ഇപ്പോൾ ഷോൾഡറൊക്കെ ഇങ്ങനെ പൊങ്ങി ഇവൾക്ക് നല്ല അസ്വസ്ഥതയുണ്ട്. പക്ഷെ ഞങ്ങൾ ടെൻഷൻ അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വീട്ടിൽ പറയണില്ല, ബുദ്ധിമുട്ടുണ്ട്, അത്രയും ഞങ്ങളെ കെയർ ചെയ്യുന്ന ഒരു കുട്ടിയാണ് അപ്പോഴേ. അപ്പോൾ അത്രയും അപ്പോൾ ഇനി അമ്മയ്ക്ക് അച്ഛന് ടെൻഷൻ ആയാലോ എന്ന് വെച്ചിട്ട് പറയുന്നില്ല. പക്ഷെ അന്ന് രാത്രി ഇദ്ദേഹം പറഞ്ഞു, ചേട്ടൻ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞു. കാരണം പനിയല്ല, ദേഹം നല്ല രക്തം നല്ല ചൂട്, സംഭവം സഹിക്കാൻ വയ്യാതെ ഇപ്പോൾ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ചെറിയല്ല നല്ല രീതിയിൽ പെയിൻ അവൾക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേനും പിന്നെ എമർജൻസിയിൽ അഡ്മിറ്റ് ആയപ്പോൾ തന്നെ അവരുടനെ ബയോപ്സിയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ബയോപ്സിയിൽ ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അപ്പോഴും ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ അമീർ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് ഇതുപോലെ ചേട്ടനെ എന്നെ വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ബോബൻ സാറിനെ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ പറഞ്ഞു. അപ്പം ഞാനല്ല ആദ്യം പോയത്, ചേട്ടനാണ് ആദ്യം പോയത്. എന്നിട്ട് നമുക്ക് ക്ലിയർ ആവണില്ല ഇതാണ് അസുഖം എന്നുള്ള സാറും തെളിച്ച് പറയണില്ല, അമീർ ഡോക്ടറും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ബോബൻ സാറിനെ പോയി കണ്ടപ്പോഴത്തേനും ചേട്ടൻ പോയി കണ്ട് സംസാരിച്ചിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഡോക്ടറെ ഒന്ന് പോയി കാണുക, നിനക്ക് സമാധാനമാവും, പിന്നെ ഞാൻ പറഞ്ഞാൽ നിനക്ക് അത് അത്രയും മനസ്സിലാവില്ല, എന്തായാലും നീ ഡോക്ടറെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു. അപ്പം ഞാൻ പോയി കണ്ടപ്പോഴത്തേനും അദ്ദേഹം പറഞ്ഞു, പിന്നെ അവനിയുടെ അമ്മയല്ലേ? ഞാൻ പറഞ്ഞ അതെ. അവന് ക്യാൻസറാണ് കേട്ടോ. ഈസി ആയിട്ട് സാറങ്ങ് പറയുകയാണ്, അവന് ക്യാൻസറാണ് കേട്ടോ, ഒരു 85% അവളെ നമുക്കത് റിക്കവറി ആക്കി എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് സാറിങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ നിർത്താതെ കണ്ടിന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ച്, സാർ ഇത്ര ഈസി ആയിട്ട് പറയണമെങ്കിൽ അതൊരു ഈസി ആയിട്ടുള്ള അസുഖമാണോ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്.
സാധാരണ എല്ലാ ഡോക്ടർമാരും നിർത്തി, നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ, നിർത്തി ശ്വാസം എടുത്ത് അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. സാറേ ചേട്ടാ ഇതിൻ്റെ പ്രശ്നങ്ങളാണ്, നമുക്കിതും ചെയ്യേണ്ടത് ബ്ലഡ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്, ഒരു 3.5 വർഷത്തും മൊത്തം ഒരു 3.5 വർഷത്തെ ചികിത്സ വരും, അതിന് ഇത്ര കോസ്റ്റ് ആവും എന്നൊക്കെ സാർ ഇങ്ങനെ നല്ല സ്പീഡിന് നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിതെല്ലാം കേട്ടിട്ട് പിന്നെ ഞാൻ ഓക്കെ സാറെന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഞാനും അപ്പോഴും അപ്പം എനിക്കും തോന്നി ചേട്ടൻ പറഞ്ഞതിൽ എന്തൊരു ഒരു സംഭവം നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലല്ല സാറ് പറഞ്ഞത്, നമുക്ക് അതൊരു ഈസി ആയിട്ടുള്ള എന്തോ കാര്യമാണെന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോഴ് സ്വാഭാവികമായിട്ടും ഈ ഒരു സൈഡിൽ നമ്മൾക്കൊരു സന്തോഷമില്ല ഈ ഫ്ലവേഴ്സ് കിട്ടി എന്നുള്ളത്. അപ്പൊ അതെന്ത് ചെയ്തു? അതാണല്ലോ പ്രശ്നം. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ട്രീറ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെ നിങ്ങൾക്ക് എവിടെയാണോ ഇത് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ സാർ നിർബന്ധിച്ചൊന്നുമില്ല കിംസിൽ തന്നെ ചെയ്യണം എന്നത്. അപ്പോഴത്തേനും നമ്മൾ വിചാരിച്ച എന്തായാലും അവിടെ നല്ലേ അത് എന്താണ് അസുഖം എന്നുള്ള ഡയഗ്നൈസ് ചെയ്തത് കിംസിൽ നിന്നാണ്. പിന്നെ നമ്മൾ RCCയിൽ തന്നെ അന്ന് ഈ അറിയുന്ന സമയത്ത് ഓൾറെഡി ഞാനും അവളുടെ അച്ഛനും വളരെ വീക്കായി, മെൻ്റലി ഡിപ്രഷനും. ഞങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു തലത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു റിയാലിറ്റി ഷോയിൽ വന്ന്. കാരണം എത്രയോ ഓഡിഷനിൽ പങ്കെടുത്തിട്ടുള്ള അവൾക്ക് കിട്ടുന്ന റിയാലിറ്റി ഷോയാണ്. 5ാം ക്ലാസ് തൊട്ട് നിരവധി ചാനലുകളിൽ ഓഡിഷനിൽ പങ്കെടുക്കുന്നു, കിട്ടണില്ല. എന്നിട്ട് ലാസ്റ്റ് മൊമെന്റിൽ കിട്ടിയ സമയത്ത് അതായത് സന്തോഷം, അതിനൊപ്പം വലിയൊരു ദുഃഖം. അപ്പൊ നമുക്ക് നമ്മളെ ചിന്ത ഈ റിയാലിറ്റി ഷോയിൽ പോയിട്ട് വേണം നമ്മുടെ മക്കളെ കുറിച്ച് എന്തൊക്കെയായിരിക്കും ചിന്തിക്കണത്. അപ്പോൾ അവരുടെ ഭാവി എങ്ങനെ വരണം അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയമാണ്. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ അവളാ ഒരു പാട്ട് പഠിച്ചു തുടങ്ങിയ സമയത്തെ രാവിലെ എണീറ്റ് ഒരു 5:30-6 മണിക്ക് എണീപ്പിച്ചിട്ട് 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യിക്കുക, പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ വഴക്ക് പറയുക, അടി കൊടുക്കുക, ഈ ഒരു പാറ്റേണിൽ പോകുന്ന ഒരു അമ്മയായിരുന്നു ഞാൻ സത്യം. അതുമല്ല പഠിത്തത്തിലും ഒട്ടും പുറകിലോട്ട് വരരുത്, എല്ലാം പട്ടാള ചിട്ടയിൽ പോകുമെന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു നിമിഷം അത് കേൾക്കുമ്പോൾ എത്രത്തോളം നമുക്കത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. നമ്മളിപ്പോൾ അതിനെ കെയർ ചെയ്യാതെ പോയാൽ നമുക്കതൊന്നും ഫീൽ ചെയ്യില്ല. എന്നിരുന്നാൽ പോലും ഒരു അസുഖമാണെന്ന് പറയുമ്പോഴും ഈ ക്യാൻസർ എന്ന അസുഖത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വളരെ മോശമാണ്. നമ്മളിപ്പോൾ എത്ര വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാലും ഞങ്ങളുടെ ചുറ്റുവട്ടവും ഞങ്ങൾ കേൾക്കുന്നതും ക്യാൻസർ വന്ന് ആള് തട്ടിപ്പോയി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കേൾക്കുന്നത്. അപ്പം സ്വാഭാവികമായും നമ്മളും ചിന്തിച്ചത് അങ്ങനെയാണ്, അയ്യോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടൂലേ എന്നാണ് ആദ്യം ചിന്തിച്ചത്. അപ്പോൾ ശരിക്കും വീക്കായി. നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അവളെ ക്യാൻസർ വാർഡിലോട്ട് കൊണ്ടുപോകാൻ പോലും ഞങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ആയി ഞങ്ങൾ. അപ്പോഴത്തേനും എൻ്റെ ബ്രദറും ചേട്ടൻ്റെ ബ്രദറും വൈഫും 2 പേരും അവരാണ് നമ്മളെ കൂടെ നിന്നത്. അപ്പോൾ ഇവളെ കീമോ വാർഡിലോട്ട് കൊണ്ടുപോകുന്നത് അവളുടെ വല്യമ്മയാണ്, അതായത് ചേട്ടൻ്റെ വൈഫ്. സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഈ സിസ്റ്റിൻ്റെ ചുറ്റാകെ ഒരു ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു, ആ ഫ്ലൂയിഡ് ഏകദേശം കഴുത്ത് വരെയും ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് അവൾക്ക് അത്രയും അതെ അവൾക്ക് അതാണ് അത്രയും പെയിനും ഈ ഷോൾഡർ പൊങ്ങാനും ഒക്കെ ഉള്ളൊരു കാരണം. അപ്പം ഡോക്ടർ പറഞ്ഞത് അത് കീമോ എടുത്ത് നമുക്ക് പീഡിയാട്രിക്കിൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്ത് അതിനെ വറ്റിക്കാം എന്ന് തന്നെയാണ്. നമ്മൾ അപ്പോഴൊന്നും ഇവളോട് പറഞ്ഞില്ല. ക്യാൻസർ ആണെന്ന് ഞങ്ങൾ അറിയണ സമയത്തും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അവനിക്കറിയില്ല. പിന്നെ ക്യാൻസർ സെന്ററിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ്, അതും വല്യമ്മയാണ് കൊണ്ടുപോകണം, അപ്പോഴും കൊണ്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥയും ഒന്നും അല്ല ഞങ്ങൾക്ക്. ഹോസ്പിറ്റലിൽ ഞങ്ങളുണ്ട്, പക്ഷെ ആ വാർഡിലേക്ക് കൊണ്ടുപോകണത് അവളുടെ വല്യമ്മയാണ്. അപ്പോൾ അവളും നല്ല ഈസി ആയിട്ടാണ് അവളുടെ അടുത്ത് പറഞ്ഞതും ഒക്കെ. അപ്പോൾ അവൾക്ക് ഒത്തിരി കൂടെ കോൺഫിഡൻ്റ് ആയി. സങ്കടം തോന്നിയെന്ന് പറഞ്ഞു, കരയും ചെയ്തു. എന്നിട്ട് പിന്നെ കീമോ വാർഡിലോട്ട് കയറിയപ്പോൾ അവൾ കാണുന്നത് ഈ കുഞ്ഞുങ്ങളെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അവളും റീതിങ്ക് ചെയ്തു. പക്ഷെ അങ്ങനെ ഒരു മകളായത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ വേറെ ഇപ്പൊ നമുക്ക് കുട്ടികൾ ഒട്ടും ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, നമ്മളും തകർന്നു പോകും. അതെ, ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാനും അച്ഛൻ ഷേവ് ചെയ്യാതെയും ഒക്കെ എന്നും ഹോസ്പിറ്റലിൽ വരും, ചിലപ്പം കൊച്ചിനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയും. ആളങ്ങനെ കരയുന്നതൊന്നും ഒരാളല്ല. പിന്നെ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഇവള് കൂടെ പറയും, അച്ഛൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും അവളങ്ങനെ കരഞ്ഞു കണ്ടിട്ടില്ല. ജസ്റ്റ് എല്ലാവർക്കും ഉള്ള പോലെ സങ്കടം, അവരാണുങ്ങളാണല്ലോ, അതുകൊണ്ട് അവർ പുറത്തോട്ട് കാണിക്കാറില്ല. പക്ഷേ ഇതിന് വയ്യാന്ന് അറിഞ്ഞപ്പോഴത്തേനും കെട്ടിപ്പിടിച്ച് കരച്ചിലും ഒക്കെ ഒരു ബഹളമായിരുന്നു. കൂടെ ഇതുപോലെ ഹോസ്പിറ്റലിൽ വരുമ്പോഴൊക്കെ എന്നുവെച്ചാൽ ഞങ്ങൾ അങ്ങനെയാണല്ലോ ഞങ്ങളുടെ അതെനിക്ക് പറഞ്ഞു അറിഞ്ഞൂടെ. ഇപ്പോൾ ഈ ഉത്സവ പറമ്പിലൊക്കെ ഗാനമേള വരുമല്ലോ, അപ്പോൾ അച്ഛൻ ഇവളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അച്ഛൻ വന്ന് അയ്യോ ഇതിനു മുമ്പ് എൻ്റെ മോള് പാടും കേട്ടോ, എൻ്റെ മോളെ കൊണ്ട് ഒരു പാട്ട് പാടിക്കൂ എന്നും പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെയും അതൊക്കെ അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അത്രയും ആഗ്രഹമുള്ള ഒരു അച്ഛൻ ഈ ഒരു അസുഖമാണെന്ന് കേൾക്കുമ്പോൾ, അത് നല്ല പാടാൻ കഴിവുള്ള ഒരു മകൾക്ക് ഇങ്ങനെ ഒരു അസുഖം, അതും അവിടെ തന്നെ
നമുക്ക് ഒട്ടും ബ്രീത്തില്ലെങ്കിൽ നമുക്ക് പാടാൻ പറ്റാത്തൊരവസ്ഥ. ഫസ്റ്റ് കീമോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം പാടാൻ ഒരു വരി പോലും പാടാനൊന്നും. കീമോ ടൈമിൽ അവൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ? കീമോ ടൈമില് നടക്കാൻ മറന്നുപോയി. അറിയാമല്ലോ, ടോയ്ലറ്റിൽ പോകുമ്പോഴത്തേനും മറ്റേ ഇത് കാര്യം അവൾക്കും ഞാനത് പലപ്പോഴും ഓർമ്മിച്ച് കൊടുക്കാറില്ല. അവളും പലതും മറന്നുപോയിട്ടുണ്ട്. വെച്ചിട്ട് നിങ്ങൾ ആരും ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കരുത്, ഇതൊക്കെ മാറും. ഇപ്പൊ കണ്ടില്ല അവന് ഇപ്പൊ അന്ന് ഫ്ലവേഴ്സിൽ പോയതിനേക്കാളും വലിയ ഫേമസ് ആണ്. പിന്നെ ഇപ്പൊ നമ്മളൊക്കെ അവളെ അന്വേഷിച്ച് വരണമെന്നുണ്ടെങ്കിൽ അവൾ അത്രത്തോളം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒരു താരം എന്ന് പറയാം. അപ്പൊ അതൊരു വലിയ ഭാഗ്യമാണ് ആ ഒരു തലത്തിലോട്ട് എത്താന്ന് വെച്ച് കഴിഞ്ഞാൽ. അതെന്തായാലും പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അവള് ഇപ്പൊ എത്ര കീമോ ചെയ്തിട്ടുണ്ട്? അവൾക്ക് മെയിൻ്റനൻസ് കീമോ ഉൾപ്പെടെ ഒരു 46 കീമോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 25 റേഡിയേഷൻ അങ്ങനെ പോയി. പിന്നെ ഈ പീഡിയാട്രിക്കിന്റെ കീമോയൊക്കെ സാധാരണ നമുക്ക് കീമോ എടുത്ത് കൗണ്ട് കൂടി അങ്ങനെയൊക്കെയല്ലേ നമ്മൾ അടുത്ത കീമോയിലൊക്കെ പോകുന്നത്. പക്ഷെ ഇവള് ഒരു മാസം കൊണ്ട്, അതായത് നവംബർ 7-ാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. ഒരു ഡിസംബർ 13-നകത്ത് ഇവക്ക് 9 കീമോ ചെയ്ത് കഴിഞ്ഞു. 9 കീമോ. അപ്പം വളരെ പെട്ടെന്ന് എല്ലാം ചെയ്തു. പീഡിയാട്രിക്കിന്റെ സംഭവം മുടി കൊഴിഞ്ഞിട്ടില്ല. അന്ന് ഈ സ്റ്റിറോയിഡ് കൊടുക്കണോണ്ട് സംഭവം കക്ഷിക്ക് നല്ല വിശപ്പുണ്ട്. പക്ഷെ എപ്പോഴും പറയും എൻ്റെ വയറ്റിലൊരു റെഡ് ലൈൻ കിടക്കണുണ്ട്. അത് വേദന കൊണ്ട് പറയുന്നതായിരിക്കും. എൻ്റെ വയറ്റിലൊരു റെഡ് ലൈൻ ഉണ്ട്. അത് ഡോക്ടർ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഡോക്ടർ അങ്കിൾ അതിന് സ്കാൻ വരെ ചെയ്തിട്ടുണ്ട്. ഈ റെഡ് ലൈൻ ഇവൾ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ അങ്ങനെയൊന്നും വേറെ പ്രശ്നമില്ല. പക്ഷേ ഈ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ചൂട് കാരണം ആ വയറ്റിലും ഞരമ്പുകളിലും ഒക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നതാണ് സംഭവം. അത് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം അങ്ങനെയല്ല, ഒരു കീമോ എടുത്തിട്ട് ഇത്ര കാല അളവ് വന്നിട്ടാണ് നമുക്ക് അടുത്ത കീമോയിലോട്ട് പോകാൻ പറ്റുന്നത്. പക്ഷേ ഇത് ഇവൾക്കെല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ചേട്ടനാണ് പോയത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് പിന്നെ ആ സമയത്ത് ഇവൾ മെഡിറ്റേഷൻ ചെയ്യും, പിന്നെ ഇത് ശരിക്കും വായിക്കും, അത്യാവശ്യം എഴുതും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും പോസിറ്റീവായിട്ടിരിക്കണോണ്ടായിരിക്കും ചിലപ്പോൾ അവൾക്ക് മെഡിസിൻ എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ മേ ബി, പക്ഷെ എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്ന് ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് വീണ്ടും പെയിൻ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ പെയിൻ മാറാൻ വേണ്ടിയിട്ട് പല മെഡിസിൻസ് കൊടുത്തിട്ടും അവൾക്ക് ശരിയായില്ല. പിന്നെ സാറ് സൈക്യാട്രി സജസ്റ്റ് ചെയ്തു അവൾക്ക്. അപ്പോൾ സൈക്യാട്രിയിൽ നിന്ന് അർച്ചന മാം വന്നപ്പോഴത്തേനും അവൾ പറഞ്ഞ് ആൻറ്റി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഈ അച്ഛനും അമ്മയൊന്നും ഇങ്ങനെ അല്ല, പിന്നെ അച്ഛൻ ഇതുപോലെ ഷേവ് ചെയ്യാതെയൊന്നും ഇരിക്കുന്ന ഒരു ആളല്ല, അതുപോലെ അച്ഛൻ നല്ല തമാശയൊക്കെ പറഞ്ഞ് നല്ലൊരിതാണ്. അമ്മയും അങ്ങനെ തന്നെ എപ്പോഴും അത്യാവശ്യം വീട്ടിലായാലും അമ്മ ഒരുങ്ങിയൊക്കെയാണ് നിൽക്കണത്. ഇതിപ്പോൾ എപ്പോഴും കരഞ്ഞ് കണ്ണും കലങ്ങി ഇങ്ങനെയാണ് നിൽക്കണത്, അത് ശരിയാവില്ല, അവർ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് സൈക്യാട്രി പറയുകയും നിങ്ങളെയും കൂടെ ഇതിലോട്ട് കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒരു 2-3 ദിവസം ഞങ്ങൾക്ക് കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്ത് അവർ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ തിരിച്ചു വേണോ അതോ നിങ്ങൾ ഇവിടെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം, അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിൻ്റെ അസുഖമൊക്കെ കുറച്ച് എങ്ങനെ തിരികെ വേണോ എന്നും പറഞ്ഞ് അവർ ഞങ്ങൾക്കിങ്ങനെ ഒത്തിരി കൗൺസിൽ ആണ്. അപ്പം ചേട്ടൻ പറഞ്ഞ് എൻ്റെ മോൾ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിന്നൊരു കുഞ്ഞാണ്, അതിന് പെട്ടെന്ന് ഇങ്ങനെ വന്നു, എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എങ്ങനെ ചിന്തിക്കും, നിങ്ങളുടെ ആണെങ്കിൽ എങ്ങനെ വിചാരിക്കും, എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അവരോട് തിരിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് അതെല്ലാം ശരിയാണ്, പക്ഷെ നമുക്ക് വീണ്ടും അവളെ പഴയ രീതിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ സഹകരിച്ചാലേ പറ്റുള്ളൂ. നാളെ ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേനും ഇതുപോലെ ഷേവൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് വരികയാണെങ്കിൽ മാത്രം വന്നാൽ മതി. അതുപോലെ അമ്മയും ഒരു പൊട്ടുപോലും ഇല്ലാതെ ഇവിടെ നിൽക്കരുത്, എന്തിന് വെറുതെ കരയുന്നത്, നിങ്ങളെ കുഞ്ഞിനെ തിരിച്ച് തരാമെന്നല്ലേ ഞങ്ങൾ പറയണത് എന്നൊക്കെ പറഞ്ഞ് അവർ ഞങ്ങളിങ്ങനെ കൗൺസിൽ ചെയ്ത് ഞങ്ങൾ മാറിയപ്പോൾ അവൾക്ക് മെഡിസിൻസ് വലിച്ചു തുടങ്ങി. പിന്നീടാണ് മെഡിസിൻ എല്ലാം ഏറ്റു തുടങ്ങിയത്. ഇവൾ ആദ്യമേ പറഞ്ഞ് വിസിറ്റേഴ്സിനെ, അതായത് ബന്ധുക്കളെയൊന്നും കാണാൻ താല്പര്യമില്ല എന്ന് ആദ്യമേ പറഞ്ഞു. അച്ഛാ എന്നെ കാണാൻ വേണ്ടിയിട്ട് ആരും വരരുതേ അച്ഛാ, എല്ലാവരും ഒന്നും പറഞ്ഞു വിലക്കി കേൾക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ പലരും ഞങ്ങളെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞു ഒന്നാമത് കൗണ്ട് വളരെ കുറവാണ്, പിന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പല റിലേറ്റീവ്സിനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ വരണ്ട എന്ന് കർശനമായിട്ട് ഞങ്ങൾ പറയുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാവരെയും വിളിച്ചു ചോദിച്ച എല്ലാവരെയും ഞങ്ങൾ കാണിച്ചിട്ടില്ല. കാരണം പിന്നെ അതുപോലെ ഇവൾക്ക് അത്ര വെയിറ്റും ഉണ്ടായിരുന്നില്ല. ഇല്ല, 27 കിലോ ഉണ്ടായിരുന്നുള്ളൂ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പിന്നെ
അതുപോലെ നമ്മളിങ്ങനെ ഇവൾക്ക് ആരും വന്നിരുന്നത് ഇങ്ങനെ ദുഃഖിച്ചിരിക്കണം, സങ്കടപ്പെട്ടിരിക്കണം, അതൊന്നും ഇഷ്ടമല്ല. ഞങ്ങൾ തന്നെയും വിഷമിച്ചിരിക്കണം ഇഷ്ടമില്ലാത്ത കുട്ടിയാണ്. അപ്പം നമ്മൾ മുമ്പ് വീട്ടിൽ എങ്ങനെയാണോ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ആയപ്പോഴാണ് പിന്നെ ഈ പാട്ട് വീണ്ടും പാടി തുടങ്ങുന്നത് എപ്പോഴാണ്? പിന്നെ ഫസ്റ്റ് കീമോ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും പാടാൻ പറ്റാതായി. പിന്നെ അവളിൽ ഒരു വാശിയുണ്ടായി, എനിക്ക് പാടണമല്ലോ, അവളായിട്ടുണ്ടാക്കിയെടുത്ത സാധനമല്ലേ, അപ്പം അത് പാടണമെന്ന് അവൾക്ക് തോന്നി. പിന്നെ നൈറ്റ് നിൽക്കാൻ വരണ എൻ്റെ ബ്രദറാണ് വരുന്നത്. ഡേ അത്രയും വല്യമ്മ, അവളുടെ വല്യമ്മ, അവളുടെ പേര് സന്ധ്യ എന്നാണ്, അവളാണ് വന്ന് നിൽക്കുന്നത് പകലത്രയും എൻ്റെ കൂടെ. കാരണം ഈ അവളെ മുമ്പ് കളിച്ചിരിച്ച് നിൽക്കുമെങ്കിലും നമ്മൾ ഓൾറെഡി വീക്കാണല്ലോ. അപ്പോൾ ഇവളും കൂടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളും അത് മറക്കും. അല്ലെങ്കിൽ ഇവളെയും മോളെയും കണ്ട് ഞാനും കണ്ട് എപ്പോഴും അവൾ എൻ്റെ മുഖം തന്നെ കണ്ടുകൊണ്ടിരിക്കണ്ടേ. അങ്ങനെ പിന്നെ നൈറ്റ് ചേട്ടൻ വരും. അപ്പോൾ ചേട്ടൻ നല്ല പാട്ടുകാരനാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഓരോ പാട്ടൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് മൂളും. അല്ലെങ്കിൽ ഇവള് പറയും, മാമശ്ശി നമുക്ക് ഈ പാട്ട് ഉനൈ കാണാമല്ലോ, അതാണ് ആ സമയത്ത് അവൾ ഫസ്റ്റ് പഠിക്കുന്നത്, ആ പാട്ട് എടുത്തു വെച്ചിട്ട് മാമശ്ശി ഇത് നമുക്ക് പഠിക്കണം, പാടണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും കൂടെയൊക്കെ അണ്ണനും പാടുകയും ഇവള് പാടും. അപ്പോൾ ഇവൾക്ക് ആ സമയത്ത് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാടാൻ പറ്റാതെ വരുമ്പോൾ ഇവൾക്ക് ഒരു വാശി വരും. അപ്പോൾ ഇവളവിടെ ഇരുന്ന് ഈ കീമോയുടെ ക്ഷീണമൊക്കെ മാറുമ്പോൾ ഇരുന്ന് ട്രൈ ചെയ്യും. ട്രൈ ചെയ്ത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളും തിരിച്ച് ചിന്തിച്ച് വയ്യാന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇവളുടെ മൈൻഡ് മാറ്റണമെങ്കിൽ ഇവൾക്ക് കൂടുതൽ വർക്കുകൾ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്തും വെറുതെ ഇരിക്കാൻ സമ്മതിക്കാതെ ഞാൻ പറയും എന്തെങ്കിലും വായിക്കാനോ എഴുതാനോ. അപ്പോൾ അവൾ ഈ പറഞ്ഞ പോലെ അവൾ തന്നെ തനിയെ ചെയ്യും. പിന്നെ കീമോയുടെ കോഴ്സൊക്കെ നമുക്ക് പൊരുത്തപ്പെടുമോ. കീമോയുടെ കോഴ്സൊക്കെ തീർന്നു വന്നപ്പോൾ 8-9 ക്ലാസ് കഴിഞ്ഞു. അല്ല, 9ാം ക്ലാസ്സിൽ പിന്നെ സ്റ്റേറ്റ് കലോത്സവം വന്നു. സ്റ്റേറ്റ് കലോത്സവം വന്നപ്പോഴത്തേനും അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഡോക്ടറുകളുടെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഫുൾ നീ മുമ്പ് എങ്ങനെയാണോ നീ അതുപോലെയൊക്കെ നിനക്ക് കൊണ്ട് പറ്റും പോലെയൊക്കെ ചെയ്തോ, നീ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അദ്ദേഹം പറഞ്ഞ് ട്രെയിനും ബസ്സും യാത്ര വേണ്ട, ഫ്ലൈറ്റിൽ പോയിട്ട് വരാൻ പറഞ്ഞു. കണ്ണൂർ വെച്ചിട്ടായിരുന്നു സ്റ്റേറ്റ്. അതൊന്നും വരാത്ത രീതിയിൽ നീ ഫ്ലൈറ്റിൽ വേണമെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞ് അദ്ദേഹം ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ അവളുടെ പാട്ട് സാർ കിളിമാനൂർ ശിവപ്രസാദ് സാറ് ഈ സമയത്തെല്ലാം വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്തെല്ലാം സാറും ഇങ്ങനെ പാടിക്കാൻ ട്രൈ ചെയ്യുകയും ഭയങ്കര സപ്പോർട്ടായിരുന്നു സാറ്. പിന്നെ ഇപ്പം ആദ്യത്തെ സ്റ്റേജ് ഷോയെ പറ്റി പറഞ്ഞു, ഫ്ലൈറ്റിൽ പോയി ചെയ്തോളാം. ഈ ഷോയ്ക്ക് കൊണ്ടുപോയപ്പം കൂടെ പോയിരുന്നിട്ടുണ്ടായിരുന്നു? അത് സംഭവം സ്റ്റേജ് ഷോ അല്ല, നമ്മുടെ പിന്നെ സബ് ജില്ല സ്റ്റേറ്റ് കലോത്സവമായിരുന്നു. അപ്പോഴും ഞാനും അച്ഛനും കൂടെ തന്നെയാണ് കൊണ്ടുപോയത്. കാഞ്ഞങ്ങാടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പിന്നെ കീമോ എടുക്കുന്ന സമയം, അതും അഡൾട്ടിന്റെ വലിയ കീമോ എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ പിന്നെ സാറിന്റെ നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ട് പിന്നെ അവള് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. ഈ സബ് ജില്ലാ കലോത്സവത്തിന് ഞങ്ങൾ ആ കാറിൽ അവളെയും വെച്ചുകൊണ്ട് അച്ഛൻ വെയിറ്റ് ചെയ്യും. ഇത് നമ്പർ ഞങ്ങൾ പറയും, ഇതുപോലെ ക്യാൻസർ പേഷ്യൻ്റ് ആണ്, ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കണം, അതുകൊണ്ട് എല്ലാവരും മുന്നിൽ അപ്പോഴും കൂടെ ഇരിക്കാൻ, കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല, ആ സമയത്ത് ഞങ്ങൾ കൊണ്ടുവരാന്നുള്ള രീതിയിൽ സ്റ്റേജിന്റെ പുറകെ കാർ വിട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് കോഡ് നമ്പർ വിളിക്കുമ്പോഴത്തേനും കയറും, പെർഫോം ചെയ്യും. പെർഫോമൻസ് അടിപൊളിയായിരുന്നു. കാരണം ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു 8ാം ക്ലാസ്സിൽ ആയ ഉടനെ സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അത് പങ്കെടുക്കാൻ പറ്റാതെ വന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴാണ്. പിന്നെ അന്ന് സ്റ്റേറ്റിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ഇല്ല, ഗ്രേഡുകളാണ്. എ ഗ്രേഡ്, ബി ഗ്രേഡ്, അതെല്ലാം 3 ഐറ്റം ഉണ്ടായിരുന്നു. 3 ഐറ്റത്തിനും എ ഗ്രേഡ് ആയിരുന്നു. അപ്പോൾ അത് അവളുടെ ആഗ്രഹവും പിന്നെ നമ്മളും ഡോക്ടർ അങ്കിള്, അവളുടെ പാട്ട് സാർ എല്ലാവരും ഒക്കെ സപ്പോർട്ട് ചെയ്തപ്പോഴത്തേനും തിരിച്ചു വന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് തന്നെയാണ് തിരിച്ചു പോയത്. അതൊരു വലിയ ഭാഗ്യമാണ് പോയി പാടാം. അത് അവളിൽ കൂടുതൽ ഒരു ധൈര്യം നമുക്ക് കിട്ടില്ല, നമുക്കും കിട്ടും അവൾക്കും തീർച്ചയായിട്ടും. അപ്പൊ പേരൻസ് എന്നുള്ള നിലയിൽ അപ്പോഴത്തേക്ക് തിരിച്ച് വീണ്ടും നമുക്ക് പ്രതീക്ഷകളൊക്കെ വന്നു. തീർച്ചയായിട്ടും. പിന്നെ എത്ര നാളുകൂടെ ഉണ്ടായിരുന്നു ട്രീറ്റ്മെന്റ്? പിന്നെ അതിനുശേഷം 10ാം ക്ലാസ്സിലായപ്പോഴത്തേനും 3 വർഷമായിട്ട് സ്കൂളിൽ പോകണില്ല. സ്കൂളിൽ പോകാതിരുന്നപ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന കാര്യം നമ്മൾ ഈ കണ്ടിന്യൂഷനിലേ വരുന്നത്. ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും മാത്സും ഒക്കെ 8, 9, 10 കണ്ടിന്യൂഷനാണ് വരുന്നത്. അപ്പോൾ ഈ 2 വർഷം പഠിക്കാതിരുന്നത് കൊണ്ട് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് ആയപ്പോഴത്തേനും ഇദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് സാറുമാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു, അവളെ ഹെൽപ്പ് ചെയ്തു. പിന്നെ അപ്പോഴും പഠിക്കണത് അവൾ തന്നെ പഠിക്കണമല്ലോ. അപ്പോൾ ഒന്നും ഈ റേഡിയേഷനും സംഭവങ്ങളെല്ലാം എടുത്ത് ഒന്നും തലേ കയറണില്ല, ഒന്നും മനസ്സിലാവില്ല. മറ്റത് 7ാം ക്ലാസ് വരെയും ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടൊക്കെ ക്ലാസ് ഫസ്റ്റ് ഒക്കെ ആയിരുന്നു, നന്നായിട്ട് പഠിക്കും. ഞാൻ പറഞ്ഞല്ലോ പട്ടാള ചിട്ടയായിരുന്നു. പിന്നെ നമ്മൾ റീതിങ്ക് ചെയ്യാൻ തുടങ്ങി, ഇത്രയൊക്കെ ചെയ്തിട്ട് എന്ത് നേടി എന്ന് ഞാൻ റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ പിന്നെ എന്തോന്ന് ചെയ്ത് ഞാൻ പഠിച്ച്
ഞാൻ പഠിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. ഇല്ല, ഞാൻ പഠിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാപ്പാടം പറയും. അപ്പോഴത്തേനും ഒരു വാശി വരും, ആഹാ അമ്മ പഠിച്ച് പറഞ്ഞെങ്കിൽ പിന്നെ എനിക്ക് പഠിക്കാൻ എന്താ എന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ ഞാൻ പഠിച്ച് പറയുമ്പോഴത്തേനും വാശിക്ക് പഠിച്ചു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിച്ചത് ഇത് കഴിഞ്ഞിട്ട് അവള് പുറകിലോട്ട് ചിന്തിക്കുമ്പോൾ ഈ ഒരു അസുഖം വന്നതുകൊണ്ട് എനിക്ക് എൻ്റെ പഠിത്തം പോയി, അല്ലെങ്കിൽ എൻ്റെ കല പോയി, എനിക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഒരിക്കലും അവള് ചിന്തിക്കരുത്. ഒരിക്കലും അവൾക്കൊരു വിഷമം വരരുത്, എനിക്ക് ഈ അസുഖം വന്നുകൊണ്ട് എനിക്ക് നഷ്ടങ്ങളാണ് ഉണ്ടായെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ടി വരരുത്. കാരണം അന്ന് അവൾ അസുഖം വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതിനേക്കാളും അടിപൊളിയായിട്ട് വരണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും ചേട്ടനും അദ്ദേഹം കൂടെ നിന്നല്ലാത്തിനും ഞങ്ങളിങ്ങനെ ഇപ്പം വയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അതിനൊന്നും നേരം കിട്ടൂല. നമുക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊന്നും പറഞ്ഞിരുന്നാൽ പറ്റില്ല എന്നും പറഞ്ഞ് അവളുടെ കൂടെ സങ്കടപ്പെട്ടിരിക്കാതെ അവളുടെ ഒപ്പം. പക്ഷെ ആദ്യ സമയത്ത് നമുക്ക് അതിന് പറ്റൂലായിരുന്നു. ഈ അസുഖം എന്താണെന്ന് അറിഞ്ഞ സമയത്ത് പറ്റില്ലായിരുന്നു. മെന്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി തകർക്കുന്ന ഒരു നമുക്ക് പറയാതെ തന്നെ അറിയാം എനിക്കതിനെ പറ്റി. പിന്നെ നമ്മൾ ചിന്തിച്ച് നമ്മൾ ആദ്യം മാറിയപ്പോഴത്തേനും പിന്നെ അവളും മാറി. പിന്നെ എല്ലാം ഫാമിലി പഴയതുപോലെ. പിന്നെ ഈ ഗെയിം കൊടുക്കണ ഈ 10ാം ക്ലാസ്സിന്റെ എക്സാം കഴിയുന്ന സമയത്താണ് പിന്നെ സരിഗമപ്പയുടെ ഓഡിഷൻ വരുന്നത്. അത് അനിയത്തിയും കൊണ്ടാണ് പോയത്. അപ്പോഴത്തേനും അവിടെ എല്ലാവരും പാടണം കണ്ടപ്പോൾ ഒരു ആഗ്രഹം. 4ാമത്തെ ഓഡിഷനൊക്കെ ആയപ്പോഴത്തേനും അച്ഛാ അവരോട് ചോദിച്ചാൽ ഞാനും കൂടെ ഒന്ന് കയറട്ടെ. 3 ഓഡിഷൻ. അപ്പം 3ാമത്തെ ഓഡിഷന് കയറട്ടെ അച്ഛാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അതിന് മുമ്പ് ഞങ്ങൾ സിയിൽ ഗസ്റ്റായിട്ട് സുരാജേട്ടൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ അസുഖ സമയത്ത് ഈ സ്റ്റേറ്റ് കലോത്സവത്തിന് 3 ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോഴത്തേക്കും, ഫസ്റ്റ് പ്രൈസിൽ A ഗ്രേഡ് ആയപ്പോഴത്തേനും അവർ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനങ്ങനെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും കൂടെ ഓഡിഷന് കയറിക്കോട്ടെ എന്ന് ചോദിക്കാച്ചാന്ന് പറഞ്ഞ് അച്ഛൻ പോയി ചോദിച്ച് അങ്ങനെ ഓഡിഷന് കയറി. അപ്പോൾ 5ാമത്തെ ഓഡിഷന് ഈ ഇളയാൾ ഔട്ടാവുകയും ചെയ്ത്, ഇയാൾ കയറുകയും ചെയ്ത്. എന്നിട്ടുള്ളതാണ് നമ്മൾ TV കാണുന്നതല്ല. അപ്പോൾ അതും ഒക്കെ കീമോ എടുക്കുന്ന സമയത്താണ്. അതിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു സി കേരള. അത് എപ്പിസോഡ് എന്തോന്ന് ആ ഒരു ഷോ തീരുന്നതിനും ഒരു 2 മാസം മുമ്പാണ് ഇവളുടെ ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ആവുന്നത്. അപ്പൊ അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ട്രോഫികൾ വെക്കാൻ തന്നെ എനിക്കൊന്നൊരു വീട് പണിയേണ്ടി വരും. അത്രമാത്രം അവാർഡ്സും കാര്യങ്ങളും ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ അവനിയുടെ അച്ഛനും അനിയത്തി ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛൻ വന്നിട്ടില്ല ഇങ്ങോട്ടേക്ക് ക്യാമറയ്ക്ക് മുന്നിൽ. അനിയത്തി നമുക്കൊന്ന് പരിചയപ്പെടാം. മോളുടെ പേര് പറഞ്ഞു. എൻ്റെ പേര് ആത്മവേദ. ആത്മവേദ, നല്ല പേരാണല്ലോ. അവനി ആത്മവേദ. മോള് പാട്ട് പഠിക്കുന്നുണ്ടോ? ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ ഇല്ലേ? എന്താ ഇവര് അമ്മയും എല്ലാരും പാടുമല്ലോ, നിങ്ങക്ക് 3 പേർക്ക് കൂടെ ഒരു ട്രൂപ്പ് തുടങ്ങാമല്ലോ. എന്താ പാടാത്തത്? താല്പര്യമില്ല? പാടും. പാടും. അമ്മ ഡാൻസ് കളിക്കും, പാട്ട് പാടും. ഒരു വരക്കം വരും. ഡാൻസ് ചെയ്യാറുണ്ടോ? ഡാൻസ് കളിക്കും. ആണോ? മോളൊരു നിങ്ങൾ 3 ആളും കൂടിയിട്ടൊരു പാട്ട് പാട്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മേഘം പൂവായി തൂവും ദേഹമിന്നവാകും ഇമ്പமாக ലോകം മഴை തുളി തെറിത്തത് எனக்குள்ள குளிர்த்தது நினைத்தது பழைத்தது குடை கம்பி துரத்தது வானம் முத்துக்கள் சிந்தி வாழ்கின்றன காதல் வென்றது மேகம் வந்தது பூக்கள் சிந்தது ஆளுமில்லை சொர்த்தெடுக்க நூறுமில்லை கோர்த்தெடுக்கவா மேகம் പൂവായി തൂവും ദേഹമിന്ന പാടും ഇമ്പമാക ലോകം. അപ്പൊ അവനിയുടെ വീട്ടിൽ എല്ലാവരും കലാകാരന്മാരാ. പാട്ട് പാടും, അമ്മയാണെങ്കിൽ ഡാൻസ് ചെയ്യും, ഡ്രാമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അനിയത്തിയാണെങ്കിലും സിംഗറാണ്, അച്ഛൻ പാടും. അപ്പൊ ആ ഒരു കഴിവൊക്കെയാണ് നമ്മുടെ അവനിക്കും കിട്ടിയിരിക്കുന്നത്. അവനി എന്ന് എല്ലാരും പറയണം കേട്ടോ. ആവണി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ദേഷ്യം വരും. അവനി എന്നാണ് യഥാർത്ഥ പേര്. എപ്പോഴും തെറ്റിപ്പോവും എനിക്കും. പിന്നെ അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, പക്ഷെ അതിനകത്ത് അങ്ങനെ വീഡിയോസ് ഒക്കെ ഇടാൻ കുറച്ച് മടിയാ. എന്താ ചെയ്യാത്തത്? അല്ല, ഞാന് സത്യം പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലാണ് ആക്റ്റീവ് ആണെങ്കിൽ ആക്റ്റീവ് എന്ന് പറയാൻ പറ്റണത്. പിന്നെ ചാനലിൽ റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്തൊരു പകുതിയൊക്കെ ആയപ്പം
ഹംദു ഉണ്ട്, അവനും പാർട്ടിസിപ്പന്റ് ആണ്. അപ്പൊ അവനാണ് എനിക്ക് ഇതുപോലെ യൂട്യൂബ് ചാനലിന്റെ എല്ലാം തുടങ്ങി തരുന്നത്. ചാനലിന്റെ പേരെന്തോ? അവനി എന്റെ പേര് തന്നെയാണ് ഇട്ടേക്കണത്. അപ്പൊ അവൾക്കുള്ള യൂട്യൂബ് ചാനല് അവനി SS എന്നാണ്. അപ്പൊ നിങ്ങൾ അതിനകത്ത് കയറി കാണാം. ഇനി തൊട്ട് അവന് വീഡിയോസ് ഒക്കെ. അതെ, ആന്റി എനിക്ക് നല്ല സപ്പോർട്ട് തന്നു. അതുകൊണ്ട് ആന്റിക്ക് ഞാൻ കൊടുത്ത വാക്കിന്റെ പേരിൽ ഞാൻ ഇനി വീഡിയോസ് ചെയ്തിടുന്നത്. നമുക്കൊക്കെ ആഗ്രഹമല്ലേ അവന് എങ്ങനെ പോകുന്നു, വീഡിയോസ് ഒക്കെ എങ്ങനെ എടുക്കാൻ പോകുന്നു. പിന്നെ ഇത് എടുക്കാനുള്ള സമയവും കിട്ടുമല്ലോ. പിന്നെ എനിക്ക് ഭയങ്കര വലിയ ഇൻട്രസ്റ്റ് ഇത്രനാളും ഇല്ലായിരുന്നു. അപ്പൊ ഇനി അവനിയുടെ വിശേഷങ്ങളൊക്കെ അവന് പങ്കുവയ്ക്കും അല്ലേ? പിന്നെ ഇപ്പൊ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു. ബോറടിപ്പിച്ചൊന്നുമില്ല. മോള് കടന്നുപോയ വഴികള് അത് അമ്മ പറഞ്ഞതിനേക്കാളും എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പൊ അതൊക്കെ കേട്ടു. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രസന്റിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പാസ്റ്റിനെ കുറിച്ചും വലുതായിട്ട് ചിന്തിക്കാറില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളും ഇല്ല എനിക്ക്. എന്ന് പറഞ്ഞാൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നല്ല, എന്റെ പാട്ട് മെച്ചപ്പെടുത്തണം അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നന്നായിട്ട് പോകണം എന്നുള്ള രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നത് തന്നെ നടക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ഇല്ല എനിക്ക്. എന്ത് വരുന്നു അതിന് നമ്മൾ അപ്പൊ നേരിടും എന്നുള്ള രീതിയിലാണ്. അപ്പോ മ്യൂസിക് തന്നെ കണ്ടിന്യൂ ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ ഈ ഡിഗ്രി കഴിഞ്ഞു വന്നാൽ കോളേജിൽ നിന്ന് ഇറങ്ങണം, എന്നിട്ട് അടുത്ത PGക്ക് എവിടെയെങ്കിലും ഒക്കെ അഡ്മിഷൻ കിട്ടണം. ഇങ്ങനെയൊക്കെ ചെറിയ 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 ആഗ്രഹങ്ങളൊക്കെ. പക്ഷെ പാട്ട് ഒരിക്കലും അയ്യോ ഇല്ല, അതല്ല, ഞാനും മ്യൂസിക് തന്നെയാണ് പഠിക്കണത്. അപ്പൊ അത് നിന്ന് പോവില്ല എന്നാണ് എന്റെ വിശ്വാസം. അല്ല, അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ആരോഗ്യം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ഇടയ്ക്ക് വെച്ച് റൈറ്റ് സൈഡ് ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ചെറിയ പണി ഉള്ളതാണ് എല്ലാവർക്കും. എനിക്ക് ഇടയ്ക്ക് നമ്മളിങ്ങനെ എത്ര നമ്മൾ വിചാരിച്ചാൽ പോലും അതെ, നമ്മളിപ്പം വേറൊരു സർവൈവറിനെ കണ്ട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കും സെയിം പിച്ചടിക്കാൻ തോന്നുന്നു. കാരണം മിക്ക കാര്യങ്ങളും സെയിം ആണ്. സത്യം. അതുപോലെ മമത ചേച്ചി റിയാലിറ്റി ഷോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി എന്നെ അടുത്ത് ചോദിച്ചു എന്തായിരുന്നു ക്യാൻസർ, ഏതായിരുന്നു ക്യാൻസർ? മമത മോഹൻ. അപ്പൊ ഞാൻ ചേച്ചി ലിംഫോബ്ലാസ്റ്റ് ലിംഫോമ. എനിക്കും അതായിരുന്നു സെയിം പിക്ചർ. കണ്ടോ, ഇതാണ് ഇങ്ങനെയുള്ളവര് കൂടുമ്പോഴുള്ള ഒരു വൈബ്. രസാ, കാരണം നമ്മുടെ എല്ലാവർക്കും മനസ്സിലാവൂല നമ്മുടെ ഫീലിങ്സും നമ്മുടെ ആ സമയത്ത് നേരിട്ട കാര്യങ്ങളും. നമ്മൾ പറഞ്ഞുള്ള അറിവുകളേ ഉള്ളൂ, അത് അനുഭവിച്ചവർക്ക് അത് കുറെ കൂടി റിലേറ്റ് ആവും പറ്റും. സത്യം. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അവന് ഒരു പാട്ട് എന്തായാലും പാടണം. അതിന് ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. நானும் நீயும் காலமெழுதி காற்று வீசிய நாடகம், அந்த காற்று மீண்டும் இணைத்து அரங்கமேற்றும் காவியம், தேவமுல்லை பூக்கும் கொல்லை கொண்டதே என் வீட்டினில்லை, என்னை நீ மறவாதிரு, புயல் காற்றிலும் பிரியாதிரு. காணலாகுமோ காரிகை கனவு, தாகம் தீர்க்குமோ கோடை நிலவு, தொலைவிலே வெளிச்சம் தனிமையில் உருவும் வெளிச்சம், கனவுதான் இதுவும் கலிந்திடும் என நெஞ்சில் நெஞ்சில் தினம் வருதே അച്ഛൻ. അപ്പൊ പാട്ട് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകണം. മോക്ക് ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന മോളുടെ ഏജിലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? അഡ്വൈസ്, നമുക്ക് എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കാൻ പറ്റില്ല. ഒരു നാളാവുമ്പോൾ എല്ലാം പുറത്തു വരും. അതുകൊണ്ട് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. അതുപോലെ ഇപ്പോൾ ക്യാൻസർ ആണ്, അത് നിങ്ങളുടെ ലൈഫിൽ ഒരു സംഭവമല്ല. നാട്ടുകാരും പറയാനുള്ളവർ എന്തൊക്കെ ആയാലും പറയും, പക്ഷെ അതിനെ സർവൈവ് ചെയ്ത് നമ്മുടെ കാര്യം നോക്കുക എന്നുള്ള നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. സോ സ്റ്റേ ഹെൽത്തി. ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ അടിപൊളിയാക്കി തന്നു. ഇതാണ് അവനിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അവൾ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, വിനീത് ശ്രീനിവാസനുമായിട്ടാണ് പ്രോഗ്രാം ഉള്ളത്. ചെന്നൈയിൽ പോകണം. ഈ തിരക്കിൻ്റെ ഇടയിലും എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം തന്നു. ഞങ്ങൾ മാക്സിമം അടിച്ചു പൊളിച്ചു. അവിടുന്ന് നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നു, അച്ഛൻ റെഫർ ചെയ്തതനുസരിച്ച് അവിടെ പോയി എന്തായാലും ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ മോൾക്കുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മോളെ കോൺടാക്റ്റ് ചെയ്യണോ എന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.
അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ ബൈ. தொலைவிலே வெளிச்சம் தனிமையில் உருவும் அனிச்சம் கனவுதானிதுவும் கலிந்திடும் என நெஞ்சில் தினம் வருதே அச்சம்.